നമസ്കാരം. നാളെ ജൂലൈ 6 ഞായറാഴ്ചയാകുന്നു. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്ന് കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾ നാളെ ചില കാര്യങ്ങൾ ചെയ്യുന്നതും പ്രത്യേകിച്ചും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന ഈ നാളുകാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. പ്രത്യുപകാരങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം സന്തോഷിപ്പിക്കുന്നതായ സാഹചര്യമായി മാറും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അധ്വാനത്തിന് അർഹിക്കുന്നതായ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിന് പലവിധ ആവശ്യങ്ങളുണ്ട്. അത്തരത്തിൽ കുടുംബത്തിൻ്റെ പല ആവശ്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു സമയം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. കൂട്ടുകച്ചവടം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇന്നേ ദിവസം ചില കാര്യങ്ങൾക്കായി കയർക്കേണ്ടതായ സാഹചര്യം വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. ധനം വ്യാപാരത്തിൽ നിക്ഷേപിക്കുക, അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. പല കാര്യങ്ങളും ആലോചിക്കുകയും അത് മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ അധികം ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. ആത്മശക്തി അധികരിക്കുന്നതായ ഒരു ദിവസമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാകുന്നു. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില പ്രശ്നങ്ങളെങ്കിലും തീർപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ചിലവ് ഉണ്ടാകുന്നതായ ഒരു ദിവസമാകാം. അതിനാൽ ഇന്നേ ദിവസം അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ തിടുക്കം പല കാര്യത്തിലും പ്രകടമാകുന്ന ഒരു ദിവസമാണ്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും അഗ്നിയും വൈദ്യുതി അത്തരത്തിൽ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തേണ്ടതായ അല്ലെങ്കിൽ സൂക്ഷ്മത പുലർത്തേണ്ടതായ ഒരു ദിവസമാകുന്നു. ഇന്നേ ദിവസം പല ആനുകൂല്യങ്ങളും ലഭിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും ഭഗവാനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ ഇന്നേ ദിവസം അതിരാവിലെ സൂര്യദേവനെ ഭജിക്കുന്നതും സൂര്യദേവന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് അതിരാവിലെ തന്നെ ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഇന്നേ ദിവസം പല കാര്യങ്ങളിലും പൂർണ്ണമായ തൃപ്തി ഉണ്ടാകുവാനുള്ള സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും എന്ന് അർത്ഥമാക്കേണ്ടതായിട്ടില്ല. ഇന്നേ ദിവസം ചില ചർച്ചകൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കടന്നു വന്നു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ചേർന്ന് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സജീവ ചർച്ച ഉണ്ടാകുന്നതായ സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ദിവസമാകുന്നു. ആശിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നേ ദിവസം ജീവിത പങ്കാളിയുമായോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായോ തർക്കത്തിനുള്ള സാധ്യതകളുണ്ട്. ചെറിയ തർക്കങ്ങൾ പോലുമാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.
നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുവാൻ മടിക്കാത്തതായ ഒരു ദിവസമായി തന്നെ മാറാം. ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഭാഗികമായാണ് എങ്കിലും വിജയങ്ങൾ സ്വന്തമാക്കുന്ന സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. ചെയ്യുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും തുടർച്ച ലഭ്യമാകുന്നതായ ദിവസമാണ്. മനസ്സ് കൂടുതൽ ക്രിയാത്മകമാകുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പഠിക്കുവാനുള്ള അവസരങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും പല വ്യക്തികളുടെയും സഹകരണം, ബന്ധുക്കളുടെയാണ് എങ്കിലും സഹകരണം ലഭിക്കുന്നതായ ദിവസമാണ്. ഭാഗ്യപുഷ്ടിക്ക് സഹായകരമായ ഒരു ദിവസം തന്നെയാണ്. സൗഹൃദം പുഷ്ടിപ്പെടാം, പ്രണയം ദൃഢമാകാം. എന്നാൽ യാത്രകൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഗുണകരമാകണം എന്നില്ല. അത്തരം കാര്യങ്ങളിൽ ചില അതൃപ്തി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ചെലവുകളുമായി ബന്ധപ്പെട്ടാണ്. ചെലവുകളിൽ അല്പം ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതായ ദിവസമാണ്. കടം വാങ്ങുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അല്പം ഒരു ജാഗ്രത പുലർത്തേണ്ടതായ സമയമാണ്. ആവശ്യത്തിന് വിശ്രമം ലഭിക്കാവുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. പൊതുവെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തി ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം സാക്ഷാൽ സൂര്യദേവനെ ആരാധിക്കുന്നത് ഉത്തമമാകുന്നു. അതിരാവിലെ തന്നെ വിളക്ക് തെളിയിച്ച് സൂര്യനാമങ്ങൾ ജപിക്കുന്നത് അതീവ ശുഭകരമായി തീരും. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശി കന്നി രാശിയാണ്. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ചില പ്രവൃത്തികളെ, ചില കാര്യങ്ങളെ വിമർശിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ശത്രുക്കൾ ഇന്നേ ദിവസം തന്മൂലം സൃഷ്ടിക്കപ്പെടുകയോ മറ്റുള്ളവരുമായി ചെറിയ വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ടതായി വരികയോ ചെയ്യാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ഉയർച്ച പ്രകടമാകുന്ന ഒരു ദിവസമായി മാറാം. ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിച്ചതിലും ധനാഗമം വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ചർച്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില ആശങ്കകൾ ഒരല്പമെങ്കിലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പഴയ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ കാലതാമസം അല്പം വിഷമിപ്പിച്ചു എന്ന് വരാം. ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അല്പമൊന്ന് നീങ്ങുന്ന സമയമാകുന്നു. പല കാര്യങ്ങളിലും മധ്യസ്ഥത മുഖേന പല തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്താം. ചില കാര്യങ്ങളിൽ തൃപ്തിക്കുറവ് ഉണ്ടാകുന്ന ദിവസമാകുന്നു. കാര്യസാധ്യത്തിന് അനുകൂലമായ ഒരു ദിവസം തന്നെയാകുന്നു. എന്നാൽ സ്വജനങ്ങളുമായി കലഹിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം ബിസിനസ് പരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് ഉത്തമമായി തീരും. പല കാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തിക്കായുള്ള പരിശ്രമം അത് അനുകൂലമായി തീരാവുന്നതാണ്. വാഗ്ദാന ലംഘനങ്ങൾ ചില വ്യക്തികൾ ചെയ്യുന്നത് നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വരാം. പ്രവൃത്തികൾ നിങ്ങൾക്ക് സജീവമായി തന്നെ മനസ്സിൽ ഉണ്ടാകുന്നതായ ഒരു സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല വഴികളിലൂടെയും ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാകുന്നു. കൂടാതെ ചില കാര്യങ്ങൾക്ക് തടസ്സം ഭവിക്കും എങ്കിലും അത് മനസ്സിലാക്കി ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ്. സ്വസ്ഥതക്കുറവ് ചില കാര്യങ്ങളിൽ ലഭിക്കും. എന്നാൽ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമാകുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലെയും പ്രവൃത്തികൾ നേട്ടങ്ങൾക്ക് വഴി ഒരുക്കാവുന്നതുമാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ്. പരമശിവനെയും സൂര്യദേവനെയും ആരാധിച്ച് ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പല രീതിയിലുള്ള അറിയിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. പല വ്യക്തികളുടെയും പിന്തുണ പ്രയോജനകരമായി തീരാവുന്ന സമയമാണ്. വരുമാനം പല വഴികളിലൂടെയും തേടിയെത്താവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ബിസിനസ് പരമായ പുരോഗതി കൈവരിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും തൃപ്തിക്കുറവ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ പല ആവശ്യങ്ങളും ന്യായമായ ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. പ്രത്യുപകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളിലും സമയം കണ്ടെത്തി പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ ചിലരോട് തർക്കിക്കേണ്ടതായ അവസ്ഥ, ദേഷ്യപ്പെടേണ്ടതായ സാഹചര്യം വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുകയും ആഗ്രഹങ്ങൾ പലതും ജീവിതത്തിൽ നടക്കുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരാവുന്ന ദിവസമാണ്. ആവശ്യത്തിന് വിശ്രമം ലഭിക്കാവുന്നതായ സമയം എന്ന പ്രത്യേകതയും ഇന്നേ ദിവസമുണ്ട്. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ഇന്നേ ദിവസം സൂര്യഭഗവാനെയും സാക്ഷാൽ പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ ഇന്നേ ദിവസം അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളതല്ല.